നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കിലിയൻ എംബാപ്പെ ടു റയൽ മാഡ്രിഡ്. ഈ വാർത്തയാണല്ലോ 1-2 ദിവസമായിട്ട് ഫുട്ബോൾ ലോകത്ത് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് ഫ്രഞ്ച് മാധ്യമങ്ങൾ നൽകിയ കാര്യം തന്നെയാണ്. പക്ഷേ ഫബ്രിസിയോ അത് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പല സുഹൃത്തുക്കൾക്കും കൂടുതൽ വിശ്വാസമാവുമല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ റിപ്പോർട്ട് കൂടി നമ്മളൊന്ന് പരിശോധിക്കുന്നത്. ഫബ്രിസിയോ നേരത്തെ ഫ്രഞ്ച് മാധ്യമങ്ങൾ പറഞ്ഞ കാര്യം തന്നെ കൺഫേം ചെയ്യുകയാണ്. അതായത് റയൽ മാഡ്രിഡ് കിലിയൻ എംബാപ്പയുടെ ആ ഒരു കോൺട്രാക്റ്റിലേക്ക് അദ്ദേഹത്തെ എത്തിക്കാൻ പറ്റും. ആ ഡീലിൽ അവർ കോൺഫിഡൻ്റ് ആണ്. അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് നത്തിങ് ഹാസ് ബീൻ സൈൻഡ് യെറ്റ്. ഇത് തന്നെയാണ് മറ്റു മാധ്യമങ്ങളും പറഞ്ഞിരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഫബ്രിസിയോയും പറഞ്ഞത്. ഇതുവരെ സൈനിങ് ഒന്നും നടന്നിട്ടില്ല. പക്ഷെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി റയല് ഈ ഒരു ഡീലിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താരത്തിൻ്റെ ഫോമലായിട്ടുള്ള ഡിസിഷൻ, അതായത് തീരുമാനമെടുത്തതിൻ്റെ പ്രഖ്യാപനം അധികം വൈകാതെ പ്രതീക്ഷിക്കുന്നു. നാസർ അൽ ഖലീഫയും അതുപോലെ തന്നെ PSG-യും ഇതുവരെ ഫോർമലായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും റിസീവ് ചെയ്തിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രഞ്ച് മാധ്യമങ്ങൾ പറഞ്ഞത് തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഫബ്രിസിയോ കൺഫേം ചെയ്യുന്നത്. എന്തായാലും ഇതൊരു ക്രൂഷ്യൽ സ്റ്റെപ്പാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം അദ്ദേഹം അത് പ്രഖ്യാപിക്കണം, താൻ ക്ലബ്ബ് വിടുകയാണെന്നുള്ളത്. അതനുസരിച്ചായിരിക്കും പിന്നീട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോവുക. പിന്നെ കൂടുതൽ അദ്ദേഹം പറയുന്നത്, ഇതുവരെ ഈ കാര്യങ്ങളിൽ തീരുമാനം ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ലെങ്കിലും റയൽ മാഡ്രിഡ് വളരെ കോൺഫിഡൻ്റ് ആണ് എന്നും മാത്രമല്ല, ഡ്രസ്സിംഗ് റൂമിൽ ഈ കാര്യം ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് തങ്ങളുടെ താരങ്ങളോട് എംബാപ്പയ്ക്ക് വേണ്ടി നീക്കം നടത്തുന്നു എന്ന കാര്യം റയൽ മാഡ്രിഡ് ഇൻഫോം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഫബ്രിസിയോ പറയുന്നത്. ദെൻ റയൽ മാഡ്രിഡിലേക്ക് പോകാൻ കിലിയൻ എംബാപ്പെ തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാലറി 2022 സിഗ്നിഫിക്കൻ്റ്ലി ലോവർ ആയിരിക്കും എന്നുകൂടി പറയുന്നുണ്ട്. നേരത്തെ റയൽ അദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയപ്പോൾ ഉള്ള ഓഫർ കൊടുത്തിരുന്ന സാലറിയേക്കാൾ വളരെ കുറവായിരിക്കും, സിഗ്നിഫിക്കൻ്റ്ലി ലോവർ ആയിരിക്കും എംബാപ്പയുടെ സാലറി എന്നുകൂടി പറയുന്നു. PSG എന്തായാലും ഓൾറെഡി ബാക്കപ്പ് പ്ലാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എംബാപ്പെ പോവുകയാണെങ്കിൽ പകരക്കാരനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് PSG-യും പോകുന്നു. അവർ പ്രിപ്പയർഡ് ആണ് എന്ന് തന്നെ ഫബ്രിസിയോ ഉറപ്പിച്ചു പറയുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.